അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ടിച്ചിറ ശുഹദാക്കൾ. ഈ ചരിത്രം നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് ആ പറയുന്ന ചരിത്രത്തെ കൂടുതൽ വികസിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുട്ടിച്ചിറ പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് മുട്ടിച്ചിറ പള്ളിയിൽ നിന്നല്ല, വളരെ ഹ്രസ്വമായിട്ടതൊന്ന് പറയാം. മുട്ടിച്ചിറ പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ പേര് വള്ളിക്കാട്ട പള്ളി എന്നാണ്. ആ വള്ളിക്കാട്ട പള്ളിയിലല്ല മുട്ടിച്ചിറ ശുഹദാക്കളുടെ ചരിത്രം തുടങ്ങുന്നത്. അത് വെളിമുക്കിലെ പാലക്കല പള്ളിയിൽ നിന്നാണ്. പാലക്കല പള്ളിയിൽ അന്ന് ആ പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ കൈതകത്ത് പതിയിൽ മൊയ്തീൻകുട്ടി സാഹിബ് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ കുറച്ച് സ്ഥലം വാങ്ങുകയാണ്. അന്ന് ആ സ്ഥലം തോട്ടശ്ശേരി പണിക്കരുടെ സ്ഥലമായിരുന്നു. ആ തോട്ടശ്ശേരി പണിക്കരിൽ നിന്ന് കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് വലിയ കുഞ്ഞാൽ എന്നൊരാൾ, ഈ 994 തുലാമാസത്തിൽ അതായത് 1818 വെളിമുക്ക് ദേശത്തിൽപ്പെട്ട വെളിമുക്ക് കുണ്ടഞ്ചനക്കൽ പറമ്പ് എന്നാണ് അതിന് ആ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലം തോട്ടശ്ശേരി കേളുപണിക്കരിൽ നിന്ന് കാണാമായിട്ട് ആ സ്ഥലം വാങ്ങി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായെന്ന് വെച്ചാൽ കാർഷിക വിദ്വേഷമായിരുന്നു. അതിൻ്റെ പേര് നേരത്തെ പറഞ്ഞ ഒരു കളം അല്ലെങ്കിൽ കളരി അവിടെ സ്ഥാപിച്ചു. ആ കളം മെഴുകി വൃത്തിയാക്കി അവിടെ നെല്ലൊക്കെ കൊയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. കൂട്ടത്തിൽ അതിൻ്റെ അടുത്തൊരു ചെറിയ കടയും വെച്ചു. കാരണം അവിടെയാണ് പണിക്കാർ വരിക. അപ്പോൾ അവർക്ക് ചായ വാർന്നു കൊടുക്കാൻ, മുറുക്കാൻ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ചെറിയ കടയും വെച്ചു. അതിന് നികുതിയും അടച്ചു പോന്നു തോട്ടശ്ശേരി പണിക്കരുടെ പേരിൽ. എന്നിട്ട് അവിടെ ഒരു ചെറിയ കിണറും കുഴിച്ചു. 1822 ഇതേ സ്ഥലത്തിന് അദ്ദേഹം ജന്മം തീര് വാങ്ങി. അതിന് പണം അടച്ചിട്ട് ജന്മം തീരും വാങ്ങി. എന്നിട്ട് അവിടെ 1832 ഒരു ചെറിയ സ്രാമ്പ്യ ഉണ്ടാക്കി. ആ സ്രാമ്പ്യ വന്നതോടുകൂടി ഒതുകൊടുക്കാനും സൗകര്യത്തിന് വേണ്ടി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെന ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അവിടെ ഒരു ചെന ഉണ്ടായിരുന്നു പാലക്കല പള്ളിയിൽ. ചെനകൾ പഴയ കാലത്ത് ഓരോ പള്ളി എടുക്കുമ്പോൾ ഒന്നുകിൽ അവർ കുളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെന ഉണ്ടാവും. അതിനാണ് ഒതുണ്ടാക്കുക. താഴെ ചെന, മേലെ ചെന, പള്ളികളിലൊക്കെ ആ ചെനയുണ്ട്. പലയിടത്തും ഈ ചെനകളുണ്ട്. ഇന്നും ചെന കൃത്യമായി വൃത്തിയായി സൂക്ഷിച്ച് ഒതുകൊടുക്കുന്ന സ്ഥലമാണ് മലപ്പുറത്തെ കുന്നമ്മേലുള്ള ആ പള്ളിയിൽ. ഇന്നും ആ ചെനുണ്ട്. ആ മീനുകളും ഒക്കെ അതേപോലെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാലത്ത് ചെനുണ്ട്. ആ ചെന, ഈ ചെനയിൽ വെച്ചായിരുന്നു ആൾക്കാർ കുളിച്ചിരുന്നതും കയ്യും കാലും കഴുകിയിരുന്നതും പശുക്കളെ കഴുകിയിരുന്നതും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കുളത്തിൽ പശുക്കളെ കഴുകും, ജനങ്ങൾ കുളിക്കുകയും ചെയ്യും, അലക്കുകയും ചെയ്യും. അപ്പോൾ ആ ചെനയിലെ വെള്ളം, കിണറ്റിലെ വെള്ളം വേനൽക്കാലത്താവുമ്പം ക്ഷാമം വരുമ്പോൾ ഈ ചെനയിലെ വെള്ളത്തിന് കുറവുണ്ടാവില്ല, നല്ല വെള്ളമായിരിക്കും. അപ്പം എന്ത് ചെയ്തു, ആ ചെനയിലെ വെള്ളം സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ചെറിയ ഇടക്കെട്ട്, ആ ഇടക്കെട്ട് പറഞ്ഞാൽ സിമെൻ്റൊക്കെ ചേർത്തിട്ട് ഭദ്രമായിട്ട് പൂർണ്ണമായി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രൂപത്തിലല്ല, നേരെ മറിച്ച് ഉരുളൻ കല്ലുകൾ കൂട്ടിവെച്ചിട്ടാണ് ഒരു ചെറിയൊരു തടസ്സം ഉണ്ടാക്കിയത്. ആ തടസ്സത്തിൻ്റെ ഉള്ളിലൂടെ അടിഭാഗത്ത് നല്ല ഭദ്രാക്കി മേൽഭാഗം ഉരുളൻകല്ലിൻ്റെ ഓട്ട വെച്ചിട്ടാണ് ചെയ്തത്. ഈ ഓട്ടയുടെ പുറത്തേക്ക് ചാടുന്ന ഭാഗത്ത് പശുവിനെ കഴുകാനൊക്കെ അവസരം ഉണ്ടാക്കി. പക്ഷെ ഇത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ പോയിട്ട് അവിടെ പണിക്കരോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന പശുവിനെ കഴുകിയിരുന്ന ആ ഒരു ചെന ഇവർ പള്ളി ഉണ്ടാക്കി, പള്ളിൻ്റെ ഭാഗമായിട്ട് അത് ബന്ധാക്കിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ പശുവിനെ കഴുകാൻ പറ്റണില്ല. നുണയാണ് പറഞ്ഞു കൊടുത്തത്. ഇതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള വെള്ളം പശുവിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് ഈ പരാതി പറഞ്ഞത്. ഈ പരാതി പറഞ്ഞപ്പോൾ ആ തോട്ടശ്ശേരി പണിക്കർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യസ്ഥനുണ്ട് അത്തേക്കാട്ടിൽ കിട്ടു, അയാളെ ഈ വിവരം എന്താണെന്നറിയാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അദ്ദേഹം കിട്ടു നേരെ ഇവിടെ വന്നിട്ട് ഒരു പരാതി കേട്ട ആദ്യം ചെയ്യേണ്ട എന്താ, പരാതി പറഞ്ഞോലെ കേൾക്കണം. ഈ പരാതിപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെയും കേൾക്കണം. പക്ഷെ കിട്ടു വന്നിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ കേട്ടില്ല. പകരം പരാതിക്കാരെ മാത്രം കേട്ടിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട് പണിക്കരെടുത്ത് നിന്നിട്ട് പറഞ്ഞു, കുറച്ചുകൂടി കൂട്ടിയുണ്ട് പറഞ്ഞു. പറഞ്ഞ ശരിയാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, അവർ പറഞ്ഞതൊക്കെ കറക്റ്റാണ് എന്ന് കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തു. ഇത് വിശ്വസിച്ച
ഭൂമി കയ്യേറിയിട്ട് അവിടെ പള്ളി കെട്ടി എന്നുള്ളതും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കേളുപ്പണിക്കർ എന്ന് പറയുന്ന കാരണവരിൽ നിന്നാണ് ജന്മം തീര് വാങ്ങിയിട്ടുള്ളത്. കാര്യസ്ഥനായിട്ട് നിൽക്കുന്ന അനന്തരവനായ താച്ചുപണിക്കരാണ്. താച്ചുപണിക്കർക്ക് ഇതിൽ ചെറിയ വിവരക്കേടുണ്ടായി, അദ്ദേഹത്തിന് കൃത്യമായിട്ടിന് ധാരണ ഇല്ല. അപ്പൊ ഇവർ പറഞ്ഞ നുണ അവിടെ കയ്യേറിയ ഭൂമിയാണ്, അവിടെ പള്ളി വെച്ചതും കയ്യേറിയിട്ടാണ്. അങ്ങനെയല്ല പള്ളിത്തിരക്കൊക്കെ പിന്നുണ്ടാകുക, യാഥാർത്ഥ്യം എന്താ മനസ്സിലാക്കാതെ കയ്യേറിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂത്ത കാരണവർ കൊടുത്ത സംഗതി അറിയാതെ ഇളം കാരണവരായ താച്ചുപണിക്കർ വന്നിട്ട് തിരൂരങ്ങാടി അജൂർ കച്ചേരിയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പരാതി കൊടുത്തു. ആ ഭൂമി ഇവർ കയ്യേറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കാര്യം വന്ന് നോക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോൾ ഈ പരാതി കൊടുത്ത അജൂർ കച്ചേരിയിലെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിന് വെച്ചു. അന്വേഷണത്തിന് വിടുന്ന ആരെയാണ്? ഈ പറയുന്ന താച്ചുപണിക്കരുടെ മരുമകണ്ടായിരുന്നു അവർ, അയാളെ പേര് അച്ചുപണിക്കരാണ്. അച്ചുപണിക്കരാണ് ഇത് അന്വേഷിക്കാൻ വരുന്നത്. നിങ്ങൾ നോക്കണം, ഈ വില്യം ബ്രിട്ടീഷ് രേഖയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ മുഴുവൻ ആള് ആദ്യം അന്വേഷിക്കാൻ വരുന്ന കിട്ടുവാണ്. അയാളുണ്ടാക്കിയ നുണയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിശ്വസിച്ചെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതായിരുന്നാലും അച്ചുപണിക്കർ നേരെ വന്നിട്ട് അന്വേഷിക്കുന്നത് പള്ളി പോയി കണ്ടില്ല, ചെന പോയി കണ്ടില്ല, എന്താണ് സംഭവിച്ചത് നേരിട്ട് കാണുന്നതിന് പകരം പരാതിയിൽ പറഞ്ഞ കൈതകത്ത് പതിയിൽ മൊയ്തീൻകുട്ടി സാഹിബിനെതിരെ കൊടുത്ത കേസിന്റെ മൊയ്തീൻകുട്ടി സാഹിബിനെ തെരഞ്ഞാ പോണത്. അവിടെ വന്നിട്ട് മൊയ്തീൻകുട്ടി സാഹിബ് എവിടെയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു വെളിമുക്കിലുണ്ടാവും. വെളിമുക്ക് പോയപ്പോൾ അവിടെ ഇല്ല. പിന്നെ എവിടെ ഉണ്ടാകുക? വീട്ടിൽ അന്വേഷിച്ചു, അവിടെ ഇല്ല. എവിടെ ഉണ്ടാവും? അപ്പോൾ വള്ളിക്കാട്ട പള്ളിയിലുണ്ടാവുന്നുണ്ട്. അതായത് ഇന്നത്തെ മുട്ടിച്ചിറ പള്ളി നിൽക്കുന്ന ആ പള്ളിൻ്റെ സ്ഥാനത്ത് മുമ്പ് ചെറിയൊരു ഓലമേഞ്ഞ ശ്രാമ്പ്യം ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ വള്ളിൻ്റെ കാടായിരുന്നു, അതുകൊണ്ട് വള്ളിക്കാട് എന്ന് പറഞ്ഞു. ആ വള്ളിക്കാട്ടിൻ്റെ അകത്താണ് കുറച്ച് ഭാഗം വെട്ടിയെന്നാക്കിയിട്ടാണ് പള്ളി ഇട്ടത്. അതുകൊണ്ട് അതിൻ്റെ പേര് വള്ളിക്കാട്ട പള്ളി എന്നാണ്. ആ പള്ളിയിലുണ്ടാവുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അന്ന് 6 നോമ്പിൻ്റെ സമയമാണ്. അദ്ദേഹം അവിടെ പള്ളിയിലുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അജൂർ കച്ചേരിയിലേക്ക് വരണം. എന്തിനായി വരണ്ടേ? നിങ്ങൾ അവിടുത്തെ വെളിമുക്കിലെ പള്ളിയിലെ ആ പള്ളിയിലെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തി. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ചെന കെട്ടി വന്നാക്കി. അപ്പൊ ഈ നേരത്തെ കുഞ്ഞാലൻ, ഈ സ്ഥലം വാങ്ങിയ കുഞ്ഞാലൻ സാഹിബ് എന്ത് ചെയ്തിരുന്നു? ഇതിൻ്റെ ഒരു കച്ചീട്ട് എന്ന് പറഞ്ഞാൽ ഇത് ആധാരം വാങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ചീട്ട് അദ്ദേഹം 2 കാര്യം ചെയ്തു. ഒന്നൊരു ഏലസിൻ്റെ ഉള്ളിലാക്കിയിട്ട് ചുരുട്ടി അരി കെട്ടിയിരുന്നു. പഴയ കാലത്തൊക്കെ അങ്ങനെ പൈസ സൂക്ഷിക്കലൊക്കെ സുറുങ്കുറ്റിൻ്റെ ഉള്ളിലൊക്കെ ആണല്ലോ, പുട്ടുംകുറ്റിയിലൊക്കെ. അതേപോലെ ഏലസിനുള്ളിലാക്കി സൂക്ഷിച്ചിരുന്നു. വേറൊരു സാധനം ഈ വള്ളിക്കാട്ട പള്ളിൻ്റെ അവിടെ കെട്ടിത്തൂക്കിയിരുന്നു. ഇതാണ് ആ സാധനം, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ജന്മം തീരാ, ഇത് അച്ചുപണിക്കർ വിശ്വസിച്ചില്ല, അത് കള്ള ആധാരമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് കയർത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്തായിരുന്നാലും ശരി, ഞാനിപ്പോൾ ഞാൻ അങ്ങോട്ട് പോരുന്നില്ല, ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങളൊരു 1/2 നാഴിക നേരം കാത്തുന്നാൽ കഞ്ഞി കുടിച്ച് നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, ഇപ്പം വരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാ പറഞ്ഞത്, ഇപ്പം വരണം, ഇപ്പം കച്ചേരി വന്നേ പറ്റുള്ളൂ, ഒരിക്കലും നിങ്ങൾ വിട്ടേച്ച് പോകാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എന്തായാലും വന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നോമ്പുണ്ടേ, നോമ്പ് തുറന്നിട്ട് വരാം, രാത്രി ആയാലും വരാം, പക്ഷെ ഇപ്പം വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയൂല. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബിനെ അച്ചുപണിക്കർ പിടിക്കാൻ കാരണം അദ്ദേഹത്തിന് കൂടെ 5 ശിപ്പായിമാരുണ്ട്, അവരെ ബലത്തിലാണ്, അവരുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് മൊയ്തീൻകുട്ടി സാഹിബിനെ പിടിക്കേണ്ടത്. പിടിച്ചിട്ട് മൊയ്തീൻകുട്ടി സാഹിബ് എന്നല്ല, ആ കാലത്തിലെ മാപ്പിളമാരുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും? തലയിലൊരു തോർത്തുണ്ടാവും, ഒരു കെട്ട്, അതിലൊരു ബെൽറ്റും ഉണ്ടാവും, ചിലപ്പോൾ ഒരു ബീച്ചാങ്കത്തി ഉണ്ടാവും. ആ ബീച്ചാങ്കത്തി ഇവിടെ പലരൊക്കെ വിളിക്കണ മാതിരി 21 ഊരിയ കത്തി ഉറയിൽ ഞങ്ങൾ ഇട്ടില്ല എന്ന്, അത് യഥാർത്ഥത്തിൽ അത് അതിന് വേണ്ടിയിട്ടുള്ള കത്തിയല്ല. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് ചക്ക മൂത്തം നോക്കാൻ, അതേപോലെ തന്നെ അടക്ക ചുരണ്ടാൻ, ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ കത്തിക്കണ്ട. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബിന്റെ തലയിലുള്ള ആ മുണ്ട് പെട്ടെന്ന് വലിച്ചെടുക്കലും ഒരു താളം കാണിച്ചു കൊടുത്തു. ആ താളം കാണിച്ചു കൊടുത്തപ്പോഴേക്ക്, കണ്ണുകൊണ്ടൊരു അടയാളം കൊടുത്തപ്പോഴേക്ക് ശിപ്പായിമാര് മൊയ്തീൻകുട്ടി സാഹിബിന്റെ കൈ 2 പിന്നേക്ക് വലിച്ചു കെട്ടി. അപ്പൊ അച്ചുപണിക്കർ തോർത്തുകൊണ്ടത് കെട്ടി വന്നാക്കി. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു,
1000 മാപ്പിളക്ക് അച്ചു എന്നെ ഞാൻ കൊണ്ടുപോകും. അപ്പം ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ കുഞ്ഞാലൻ ആ സമയത്ത് പള്ളി തന്നെ ഉള്ളതാണ്. അദ്ദേഹം ഓടി വന്നു. അങ്ങനെ ഇത് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ കുഞ്ഞാലനും മൊയ്തീൻകുട്ടി സാഹിബും കൂടിയിട്ട് പരമാവധി ഇവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു രക്ഷയില്ല. ഇവർ പിന്നെ ആക്രമിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ. ഇത് സമയത്ത് കുഞ്ഞാലൻ പണി എന്ന് പറഞ്ഞ ആള് വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, ഞങ്ങൾ അവിടെ ബന്ധാക്കില്ല, നമുക്ക് ഒന്നിച്ചു പോകാം, ഈ സമയത്ത് ഒന്നിച്ചു പോയിട്ട് അത് കാണാം, ആധാരങ്ങൾ പരിശോധിച്ചോളൂ, അതേപോലെ തന്നെ നമുക്ക് ആ സ്ഥലവും കാണാം, ഇത് കാണാതെ നിങ്ങൾ ഈ പണിയെടുക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അയാൾക്ക് ഇവരെ ഹജൂർ കച്ചേരി കൊണ്ടേ പറ്റൂ. അങ്ങനെ ആ ഒന്തും വെടിയിലും ചവിട്ടും കുത്തുമൊക്കെയായി അവസാനം കുഞ്ഞാലൻ, കൈ കെട്ടിയിട്ടില്ലാത്ത മൊയ്തീൻകുട്ടി സാഹിബിൻ്റെ സഹോദരൻ കുഞ്ഞാലൻ കത്തിയെടുത്ത് അച്ചുവിനെ കുത്തി. ഇതാണ് ആദ്യത്തെ അവിടെ നടക്കുന്ന സംഭവം. അയാൾ അതോടൊരു കൊല്ലപ്പെട്ടു. എന്നാ ഈ കൂടെ വന്ന 5 ശിപായികളുണ്ടല്ലോ, അവരെന്താ ചെയ്തത്? ഇവരെ വീണ്ടും കീഴ്പ്പെടുത്താൻ വേണ്ടി വന്ന ആൾക്കാർ കീഴ്പ്പെടുത്താതെ ഇവർ ഓടി കഴിച്ചിലായി. ഇവർ പാറക്കട പുഴ ചാടിയിട്ട് നീന്തി അപ്പുറത്ത് അജു കച്ചേരി പോയിട്ട് പറഞ്ഞു, അച്ചു പണിക്കർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പം ഇതെന്താ ഇവിടെ നടക്കണം, എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് കൊടുത്ത ഈ പണിക്കർ മഞ്ചലിൽ അവിടുന്ന് വരികയാണ്. കൊടുവായൂർ ഭാഗത്തു നിന്നാണ് വരണത്. വല്യവർമ്മ പാടത്തുകൂടെ വരികയാണ്, മഞ്ചലിൽ വരികയാണ്. ഒരു കള്ളക്കേസ് അവിടെ കൊടുത്തു. ആ കേസിനെ മരുവനെ പറഞ്ഞയച്ച് എന്താ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് ഇവർ തടഞ്ഞു. ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ് ഇതിന് കാരണക്കാരൻ. നിങ്ങൾക്കൊന്ന് വരായിരുന്നു, അവിടെ നിങ്ങളൊന്ന് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പരിശോധിക്കായിരുന്നു. നിങ്ങളെ കാരണവരായ കേളുപണിക്കരെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ ആധാരം ഞങ്ങൾ കയ്യിലുണ്ടല്ലോ, പരിശോധിക്കായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഞങ്ങളെ കൊണ്ടുപോയി ജയിലിലിട്ടേ അടങ്ങൂ എന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞയച്ച കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ചു കൊല്ലപ്പെട്ടത്. ആ സമയത്ത് അദ്ദേഹം കൂടെയുള്ള ആൾക്കാരോട് ഇവരുടെ ഏറ്റുമുട്ടാൻ പറഞ്ഞു. ആ ഏറ്റുമുട്ടലിൽ പണിക്കരും കൊല്ലപ്പെട്ടു. ഇതോടുകൂടി പ്രശ്നം വേറെ തരത്തിലേക്ക് പോവുകയാണ്. ഒരാവശ്യമില്ലാത്തൊരു സംഗതി. ഈ സമയത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കനോലി നാട്ടിലില്ല, അദ്ദേഹം ഊട്ടിയിലോ മറ്റോ പോയതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് തഹസീൽദാർ നിരന്തരമായി ബന്ധപ്പെടാൻ, അന്നൊക്കെ മണിയടിക്കുക എന്നുള്ള പരിപാടിയാണ്, അത് അടിച്ചിട്ടോ കമ്പി അടിച്ചിട്ടൊന്നും യാതൊരു രക്ഷയില്ല. ആ സമയത്ത് ആക്ടിംഗ് മജിസ്ട്രേറ്റായ മിസ്റ്റർ തോമസ് കിട്ടിയ വിവരത്തിന് പട്ടാളത്തിൻ്റെ സഹായം തേടി ലഫ്റ്റനന്റ് ഷേക്സ്പിയറുടെ നേതൃത്വത്തിൽ 40 ശിപ്പായികളെ ഈ മുട്ടിച്ചോറിലേക്ക് പറഞ്ഞേക്കാണ്. അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താ വെച്ചാൽ, പള്ളിയിൽ 300-ലേറെ ആൾക്കാരുണ്ട്, ഇതൊക്കെ കള്ളക്കേസിൻ്റെ ഭാഗമാണ്. 300-ലേറെ ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്, ഒരുപാട് സന്നാഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പട്ടാളത്തെ അയക്കണത്. 2 ദിവസം കഴിഞ്ഞ് കനോലി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കനോലി തിരിച്ചെത്തുന്നു. അദ്ദേഹം നേരെ മുട്ടിച്ചിറിലേക്ക് വരുന്നു, വള്ളിക്കാട്ട് പള്ളിൻ്റെ അടുത്ത് എത്തുന്നു. അവിടെ എത്തിയിട്ട് പള്ളിയിലുള്ള ആൾക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കീഴടങ്ങിക്കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് ഇന്നും നോമ്പാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത്. അപ്പോൾ ഈ പള്ളിൻ്റെ അകത്തായി 2 ദിവസമായിട്ട് ഈ ആൾക്കാരുള്ളത്, പുറത്ത് ഇവരും അകത്തവരും. ഈ 2 ദിവസം ഇവർ നോമ്പ് നിൽക്കുന്നുണ്ട്, ഇവർക്ക് അത്താഴം കിട്ടുന്നുണ്ട്. അതെന്താണ്? കലങ്കല്യാളി ഭാഗത്ത് ബഹുമാനപ്പെട്ട മമ്പ്രത്തങ്ങൾ വന്ന ഒരു പുരണ്ട്, ഇരുന്ന സ്ഥലം പുരയുണ്ട്, അത് പൊളിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ കുറച്ച് മുമ്പ് വരെ മനസ്സിലാക്കിയത്. അത് അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട്. മമ്പ്രത്തങ്ങൾ ഇരുന്ന പടാപ്പുറവും കട്ടിലൊക്കെ അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട്, പഴയൊരു പുര. ആ പുരൻ്റെ മുൻഭാഗത്ത് ഒടിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് രാത്രിയിൽ മൗലിദും യാസീനും ദ്വായും ദിക്റും ബദർ മൗലിദും എല്ലാം നടത്തുകയാണ്. കാരണം ഇതൊരു പ്രശ്നമില്ലാതെ പോയി പോകണം, ഒരു പ്രശ്നമില്ലാതെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ദ്വായും അതേപോലെ ദിക്റുമായിട്ട് ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. അവിടെ അവർ ഭക്ഷണം ഉണ്ടാക്കി, പോത്തറുത്തു ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണം അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും വളരെ രഹസ്യമായി, സ്ത്രീകളാണ് ഭക്ഷണം പള്ളിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം അവർ പോകുമ്പോൾ പട്ടാളക്കാർ അങ്ങനെ നോക്കൂല. ഈ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടും അതേപോലെ തന്നെ ആ കാലത്ത് ഉപയോഗിക്കുന്ന വെള്ളക്കാച്ചിയും പച്ചക്കാച്ചിൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ചിട്ടാണ് ഗ്ലാസും പാത്രവും ഭക്ഷണമൊക്കെ
ഈ വള്ളിക്കാട്ടിൻ്റെ പള്ളിയിലേക്ക് ഇവർ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നോമ്പ് തുറക്കുന്നതും അത്താഴം കഴിക്കുന്നതൊക്കെ അങ്ങനെയാണ്. 2 ദിവസം നോമ്പ് വെച്ച് അവരവിടെ നിൽക്കുന്നു, പട്ടാളക്കാർ കീഴടങ്ങാൻ പറയുന്നു. ആ സമയത്ത് അവിടെ ആ പള്ളിയിൽ 300-ലേറെ ഉണ്ട് എന്ന് പറയുന്ന അവരുടെ ആ കണക്ക് തെറ്റാണെന്ന് കനോലിക്ക് ബോധ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നിഗമനം ഒരു 100എങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അയാൾ പറയുന്നുണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം, ഞാൻ അത്രത്തോളം ആലോചിച്ചിട്ട് ആ ചെറിയ പള്ളിയിൽ എങ്ങനെ 100 ആളെ കൊള്ളാം, അതൊന്നും ആലോചിച്ചിട്ടല്ല, അപ്പോഴത്തെ ഒരു വികാരത്തിൽ അങ്ങനെയൊക്കെ കരുതിയിട്ട് കീഴടങ്ങാൻ പറഞ്ഞു. കീഴടങ്ങാൻ പറഞ്ഞപ്പം പള്ളിയിൽ നിന്ന് അതിഗംഭീരമായൊരു ശബ്ദം കേട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു രേഖ ബ്രിട്ടീഷുകാരുടെ കൃത്യമായ രേഖയാണ്, അവരെഴുതി വെച്ച സംഗതിയാണ്. ആ രേഖയിൽ വലിയൊരു സംഭവമായിട്ട് പറഞ്ഞത്, പള്ളി ഞങ്ങൾ കീഴടങ്ങാൻ പറയുമ്പോൾ ഒക്കെ പള്ളിയുടെ നിന്ന് ഹംകെ എന്ന് വിളിക്കുന്ന, അത് എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ഇയാളോട് എഴുതി വെക്കുന്നത്. ഹംകെ എന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞങ്ങൾ കീഴടങ്ങില്ല, കീഴടങ്ങണമെങ്കിലും നോമ്പ് തുറക്കണം, നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ വരാം, ഇനി അതിന് മുമ്പ് കീഴടങ്ങാൻ വെച്ചാൽ ഞങ്ങൾ നടക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കനോലി എന്ത് ചെയ്തു, ഒരു 4 പട്ടാളക്കാരെ വിളിച്ചു. 4 പട്ടാളക്കാർ ഇതിൻ്റെ അകത്തേക്ക്, പള്ളിൻ്റെ അകത്തേക്ക് കയറാണ്. കയറുമ്പോൾ പള്ളിയിൽ നിന്നാണ് തെക്കുബീർ കേൾക്കണം, ഭയങ്കരമായ തെക്കുബീർ. ആ തെക്കുബീർ കേട്ട് അവർ പള്ളിൻ്റെ അകത്ത് കയറിയിട്ട് അതിന് 2 പേര്, 4 പേരിൽ 2 ആൾ പുറത്ത് വരാന്ത പറഞ്ഞാൽ ആ തടുക്ക് കൊണ്ട് കെട്ടി അതിൻ്റെ ഇവിടെ നിന്നു. 2 ആൾ അകത്ത് കയറി. അകത്ത് കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങണം. അപ്പോൾ മൊയ്തീൻ കുട്ടി സാഹിബ് വെച്ച്, എന്തിനു കീഴടങ്ങണം, എന്താ ഞങ്ങളെ തെറ്റ്? ഞങ്ങളെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാരോട് ഉന്തും തള്ളിൻ്റെ ഇടയിൽ സ്വാഭാവികമായൊരു മരണം സംഭവിച്ചു, കരുതി കൂട്ടി ചെയ്തതല്ല. ഞങ്ങളെ കൊല്ലാനും ഞങ്ങളെ പിടിക്കാനും വന്നപ്പം പ്രാണരക്ഷാർത്ഥം ഞങ്ങളൊന്ന് പൊരുതി, നിങ്ങൾ 2 പേര് കൊല്ലപ്പെട്ടു, ശരിയാണ്. അതിന് മാന്യമായ തീരുമാനം ഉണ്ടാക്കിയോടെ ഞങ്ങളതിന് കീഴടങ്ങണം, എന്നിട്ട് ഞങ്ങൾ ജയിലിലിടണം. അവർ കീഴടങ്ങാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു കീഴടങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ 2 പേര് അവരെ കയ്യിലുള്ള തോക്കെടുത്ത് ചൂണ്ടിയപ്പോൾ അവർ പറഞ്ഞു കടന്നു പോടാം ഒക്കെ എന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു. അത് കേട്ടിട്ട് സഹിക്കവയ്യാതെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ബയണറ്റ് കൊണ്ട് ഇതിലൊരാളെ കുത്തി. ആ കുത്തേണ്ട താമസം ആ കുത്തുകൊണ്ട ആള് ആ ബയണറ്റും വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മടവാള് കൊണ്ട് ഈ പറഞ്ഞ ആളെ വെട്ടിയോടുകൂടി അവിടെ അയാളുടെ ശബ്ദം അതിശക്തമായിട്ട് അയാളുടെ അലർച്ച കേട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആളുണ്ടെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ വലിയ കലാപം നടക്കുന്നു കരുതിയിട്ടോ പട്ടാളം മൊത്തം ഇരച്ചണ്ട് കയറിയിട്ട് ചുറ്റുഭാഗം നിന്നിട്ട് തുരുതുരാ വെടിവെച്ചു. ഓരോ വെടിവെക്കുമ്പോഴും പുറത്തേക്ക് അല്ലാഹു അക്ബർ എന്ന ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. ആ ശബ്ദം അവസാനം ഇല്ലാണ്ടായി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അവരിവിടെ പോരാടുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള ആയുധം കൊണ്ടൊരു പോരാടുന്നുണ്ട്. ആ ആയുധം എത്ര ഉണ്ടെന്നുള്ളത് പിന്നെ മനസ്സിലാകും. ആ ആയുധം എടുത്ത് അവർ പോരാടി. ഒരാളെ പോലും ആ മയ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ കൊല്ലപ്പെട്ട അവിടെ ഷഹീദായ 11 പേരാ. ആ 11 പേരിൽ ഒരാളുടെ മേൽ പോലും പുറത്തൊരു വെടിയേറ്റിട്ടില്ല. അതിനർത്ഥം അവർ മുന്നിൽ നിന്ന് പോരാടി എന്നാണ് മനസ്സിലാകുന്നത്. അവർ നെഞ്ചത്തും വയറിനും കാലിന് തുടക്കമൊക്കെയാണ് വെടിയേറ്റുള്ളത്. ഒരാളും പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചിട്ടില്ല, ഒരാളും പിന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. ഏതായിരുന്നാലും യുദ്ധം അവസാനിച്ചു. ഇതിനകത്തേക്ക് കനോലി കയറിയപ്പോൾ കണ്ടത് വെറും 11 പേര്. കേസെന്താ 300 പേര്. കനോലിയുടെ നിഗമനം എന്താ 100 പേരെങ്കിലും. പക്ഷെ ഉള്ളത് വെറും 11 പേര്. ആ 11 തന്നെ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു പക്ഷേ ആ കുട്ടി ആരാന്ന് അറിയില്ല. ആ കുട്ടി ഒരു പക്ഷേ ഭക്ഷണം കൊണ്ടുവരാൻ വന്നതോ അല്ലെങ്കിൽ കൗതുകത്തിന് കയറി നോക്കിയതൊക്കെ ആയിരിക്കാം. ഒരു കുട്ടിയും ബാക്കി 10 പേരും. ഇതാണ് അവിടെ നടന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഈ യുദ്ധം നടക്കുന്നത് കേട്ടപ്പോൾ കുറേ ആൾക്കാർ തടിച്ചുകൂടിയിരുന്ന പുറത്ത്. അവരൊക്കെ ഈ അവസാനത്തെ വെടി കേട്ടപ്പോൾ ചിതറി ഓടി. അവരെല്ലാവരും തെക്കുബീർ വിളിച്ച് ഓടുകയാണ്. ഇതിനകത്ത് ചെന്നപ്പോൾ ആകെ കിട്ടിയത് 2 മടവാള്, 2 പീച്ചാങ്കത്തി, ഒരു കത്തി. ആയുധഭൂഷിതരായിട്ട് 100 കണക്കിന് ആൾക്കാർ 300 ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നു പറഞ്ഞോടത്ത് ആകെ കിട്ടിയത് ഈ സംഗതികളാണ്. ഇതാണ് മുട്ടിച്ചെറു ശ്രോതാക്കളെ ആ 11 പേരുടെ മയ്യത്തും ബ്രിട്ടീഷുകാർ ഒരു കാര്യം ഉറപ്പാക്കി. അവർക്കറിയാം മക്ബറകളുണ്ടായാൽ മുസ്ലിങ്ങൾ യോദ്ധാക്കളായി മാറും, ധീരന്മാരായി മാറും. അതുകൊണ്ട് ആ 11 മയ്യത്തും അവർ ഒന്നിച്ചൊരു കൈവണ്ടിയിലാക്കിയിട്ട് കലങ്കൊള്ളിയാളിലെ മേൽഭാഗത്ത് ആ വളവിൻ്റെ അകത്ത് കല്ലുട്ടി കുഴി ഉണ്ടായിരുന്നു. ആ കല്ലുട്ടി കുഴി കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നിട്ട് അവിടെ 4 പട്ടാളക്കാരെ കാവലാക്കി. അവർക്കറിയാം ഈ മയ്യത്ത് ഇവിടെ കിടന്ന അപകടമാണ്. അവർ തീരുമാനിച്ചത് പിറ്റേ ദിവസം രാത്രിയിൽ മാപ്പിളമാരറിയാതെ ഈ മയ്യത്തിൽ മൊത്തം പന്യങ്കര കൊണ്ടുപോയി
മൂടാനാണ് തീരുമാനിച്ചത്. അപ്പോഴേക്ക് പന്ന്യങ്കരയിൽ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനത്ത് വലിയ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മൂടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളടുത്തേക്ക് വിവരം കിട്ടിയപ്പം മമ്പ്രം തങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി കുറച്ച് ആൾക്കാർ ആരും അറിയാതെ പള്ളിക്കാട്ടി പോയിട്ട് ഒച്ച ഉണ്ടാക്കാതെ മണ്ണ് കോരി വലിയ കുഴിയെടുക്കണം. അവിടെ അങ്ങനെ കുഴിയെടുക്കുന്ന ഒച്ച ഒടുക്കും കേൾക്കരുത്, രഹസ്യമായിട്ടായിരിക്കണം. കുറച്ച് പേർക്കാർ ആ ചുമതല ഏറ്റെടുത്തു. അവരവിടെ കുഴി വെട്ടി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ആ കുഴി ഒക്കെ തയ്യാറായതിനു ശേഷം കയ്യിൽ കിട്ടുന്ന മട്ടലും കമ്പും വാളും കത്തിയൊക്കെ ആയിട്ട് ഒന്നിച്ച് തക്ബീർ ചൊല്ലാൻ ചെല്ലുക. അത് കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ പാഞ്ഞോളൂ. 4 ആളല്ലേ ഉള്ളൂ, ഒരു പായും. അപ്പം പാഞ്ഞാൽ ആ മയ്യത്തൊക്കെ തിരിച്ചെടുത്തിട്ട് ഇവിടെ കൊടുന്ന് മറ ചെയ്താൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അവിടെ അങ്ങനെ കുഴിയെടുത്തതായിട്ടോ മറവ് ചെയ്തതായിട്ടോ ഒരു അടയാളം പോലും വെക്കാൻ പാടില്ല. അത് കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചണ്ടിയും ചമ്മലൊക്കെ വെച്ച് ഏതെങ്കിലും കാലത്ത് ആ മയ്യത്ത് നിൽക്കുന്ന സ്ഥലം അറിയാൻ വേണ്ടി ഒരു കല്ല് അടയാളമാക്കി വെക്കണം. അത് പറഞ്ഞ പ്രകാരം പിറ്റേന്ന് രാത്രിയിൽ ഒരു കൂട്ടം ആൾക്കാർ ആ രാത്രിയിൽ ഇന്ന് കാണുന്ന മുട്ടിച്ചിറ ശുഹദാക്കൾ കിടക്കുന്ന ആ മക്കാമിൻ്റെ ആ ഭാഗം കാടായിരുന്നു. ആ കാടിൻ്റെ ഉള്ളിൽ അതീവരഹസ്യമായി കയറിയിട്ട് വലിയൊരു കുഴിയെടുത്തു. ആ കുഴിയെടുത്തിട്ട് അത്യാവശ്യം ചണ്ടിയും ചമ്മലൊക്കെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവർ വടിയും മട്ടലും അരിയക്കത്തിയും എല്ലാം കൂടിയായിട്ട് ഒരൊറ്റ ജാഥയാണ്. ഈ ആരവം കണ്ട ബ്രിട്ടീഷ് പട്ടാളക്കാർ 4 പേരും ജീവനും കൊണ്ടോടി പാറക്കട പുഴയിൽ ചാടി നീന്തി കൈസിലായി. ആ തക്കത്തിന് ആ കുഴി വീണ്ടും മാന്തിയെടുത്തപ്പം രക്തസാക്ഷികളുടെ ശരീരത്തിൽ നിന്ന് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മമ്പ്രം തങ്ങളുടെയും വെളിയങ്കോട് ഉമർ ഖാദി അടക്കമുള്ള നേതാക്കന്മാരുടെ സംസാരത്തിലും അവിടെ പെരുമാറ്റത്തിലുമൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധത കടന്നു വന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർക്കൊരു പ്രത്യേകത, റോമൻ നിയമം അനുസരിച്ചാണ് അവർ ഭരിക്കുന്നത്. റോമൻ നിയമം അനുസരിച്ച് സ്വത്തിൻ്റെ അവകാശികൾ ജന്മിമാരാണ്. ആ ജന്മിമാർക്ക് എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നത് റോമൻ നിയമത്തിൻ്റെ ഭാഗമാണ്. അതനുസരിച്ച് കേരളത്തിലുള്ള ഈ ജന്മിമാർ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും ബ്രിട്ടീഷുകാർ കൂട്ടുന്നു. അതോടൊപ്പം ബ്രിട്ടീഷുകാർക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലത്തേക്ക്, പ്രത്യേക മാസത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേക കൊല്ലത്തേക്ക് ഈ കപ്പം കൊടുക്കുക എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ആൾക്കാരെ പിഴിഞ്ഞ് ജന്മിമാരുണ്ടാക്കുന്ന കാശ് കൃത്യമായിട്ട് വാങ്ങേണ്ട ഒരു കാര്യം മാത്രമേ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജന്മിമാരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. ഇതിൽ നീതിയോ അനീതിയോ എന്ന കാര്യമൊന്നുമില്ല. ജന്മിമാർ ചെയ്യുന്നത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ പലർക്കും അതിൽ അതിർത്തി ഉണ്ടായിരുന്നു. ആ അതിർത്തി കൃത്യമായി പ്രകടിപ്പിച്ച ആൾക്കാരാണ് ഈ പ്രദേശത്തിൻ്റെ അന്നക്കാലത്ത് നേതാക്കന്മാരായിരുന്ന മമ്പ്രം തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദിയൊക്കെ. വെളിയങ്കോട് ഉമർ ഖാദിയൊക്കെ പരസ്യമായി പറഞ്ഞാണ് നികുതി കൊടുക്കരുത്. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിച്ചത് വെളിയങ്കോട് ഉമർ ഖാദിയാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ടരോക്കയുടെ അംഗമായ ബഹുമാനപ്പെട്ട ചെമ്പം പോക്കർ സാഹിബിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ആ ഇടക്കാണ് ഇതിൽ നിന്ന് തലയൂരാൻ, ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് മനസ്സിലുദിച്ച സമയത്താണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഈ ടരോക്കയിലെ അംഗങ്ങളായിരുന്നു പിന്നെ ഉണ്ണി മൂസ സാഹിബും അതേപോലെ തന്നെ അത്തംകുരിക്കളും ഒക്കെ പ്രഗത്ഭരായ ആയുധാഭ്യാസികളും നല്ല സമർത്ഥരുമായിരുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് കോട്ടയം, നമ്മൾ ആ കോട്ടയല്ല, വടക്ക് വയനാട് ഭാഗത്തൊരു കോട്ടയം ഉണ്ടായിരുന്നു. ആ കോട്ടയം രാജാവായ പഴശ്ശി രാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് ആരംഭിക്കുന്നത്, യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചില സമരങ്ങൾ അദ്ദേഹം ആ പഴശ്ശിരാജ നടത്തുകയും അതിലേക്ക് വിജയിക്കുകയും ചെയ്തു. അതൊരു നല്ല പോരാട്ട വീര്യമുള്ള മനുഷ്യനാണെന്ന് ഉണ്ണി മൂസ പഴശ്ശി രാജാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ശിഷ്യനുമായിരുന്നു. അപ്പോൾ ഉണ്ണി മൂസയിലൂടെ മനസ്സിലാക്കിയ ചെമ്പം പോക്കർ സാഹിബ് വളരെ രഹസ്യമായിട്ട് ഈ പഴശ്ശി രാജാവിനെ സഹായിക്കാൻ തയ്യാറായി. ഇവർക്ക് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരായ ഈ പ്രമാണിമാരെ ടെരോക്കയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നികുതി പിരിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമൂസ സാഹിബ് ആവട്ടെ, അതേപോലെ തന്നെ ചെമ്പം പോക്കർ സാഹിബ് ആവട്ടെ, അത്തംകുരിക്കളാവട്ടെ, ഇവർ നല്ല കെൽപ്പും തടിയും നല്ല ആയോധന ശേഷിയും
ഒക്കെയുള്ള ആൾക്കാരായതുകൊണ്ട് അവരെ അനുസരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരോട് ജനങ്ങൾക്കൊരു അടുപ്പമുണ്ടാക്കി തീർക്കുക എന്നാണ് അവരുദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് യുദ്ധം ആരംഭിച്ചപ്പോൾ ആ യുദ്ധം ചെയ്യുന്ന പഴശ്ശിരാജാവ് മിടുക്കനാണെന്നും അദ്ദേഹം ഇന്ത്യക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണെന്നും ബോധ്യപ്പെട്ട ചെമ്പൻപോക്ക് സാഹിബ് പഴശ്ശിരാജാവിന് പിന്തുണ കൊടുത്തു. പഴശ്ശിരാജാവിന് പിന്തുണ കൊടുക്കുന്നത് എങ്ങനെയാണ്? നികുതിപ്പണം, ആ നികുതിപ്പണത്തിൻ്റെ വിഹിതം കൊടുത്തു, സ്വന്തത്തിലുള്ള കാശും കൊടുത്തു. ഉണ്ണിമൂസയിൽ ഏൽപ്പിക്കും, ഉണ്ണിമൂസ പഴശ്ശിരാജാവിന് എത്തിച്ചു കൊടുക്കും. അവസാനം സീക്രട്ട് ഏജന്റുമാർ മുഖേന ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി തങ്ങൾ നീതി കൊടുക്കാൻ ഏൽപ്പിച്ച ഉണ്ണിമൂസയും അത്തംകുരിക്കളും അതേപോലെ തന്നെ ചെമ്പൻപോക്കർ സാഹിബും അവര് പഴശ്ശിരാജാവിനെ അനുകൂലിക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടപ്പം ഈ ബ്രിട്ടീഷുകാർ ചെയ്ത പണി എന്താണ്? ഏകദേശം 80-ലേറെ ടെറോക്ക ഈ നികുതി പിരിപ്പിക്കുന്നവരായിട്ട് നമ്മളെ ഈ മലബാർ പ്രദേശത്തുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ചെമ്പൻപോക്കർ സാഹിബ്. ഇവരെ അഴിമതിക്കാരും അതേപോലെ തന്നെ കെടുകാര്യസ്ഥത ഇല്ലാത്തവരുമായി കൃത്യമായിട്ട് അവരെ മുദ്രയടിച്ചിട്ട് അവരെ പുറത്താക്കാൻ തീരുമാനിക്കുകയാണ്, അവർക്ക് നടപടിയെടുക്കാൻ തീരുമാനിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ഇത് മനസ്സിലാക്കിയ കുറേ ടെറേക്കയിൽപ്പെട്ട ആൾക്കാർ അവരെന്ത് ചെയ്തു? എല്ലാ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് ഇനി മേലിൽ ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തിക്കുകയില്ല എന്ന് മാപ്പ് പറഞ്ഞു അവരെ കൂടെ കൂടി. പക്ഷേ ചെമ്പൻപോക്കർ സാഹിബ് അതിന് തയ്യാറായില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഇവർക്കെതിരെ സമരത്തിന് തയ്യാറായി. അവർക്കെതിരെ ഈ നികുതി പണവും സ്വന്തം പണവും അദ്ദേഹം സ്വരൂപിക്കുന്ന പണവും പഴശ്ശിരാജാവിന് കൊടുത്തുകൊണ്ട് സഹായിക്കാൻ വേണ്ടി തയ്യാറായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ചെമ്പൻപോക്കർ സാഹിബിനെ ബ്രിട്ടീഷുകാർ നിർബന്ധമായി പുറത്താക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് അവർ പത്രിക ഇറക്കി. ആ സമയത്ത് അദ്ദേഹം തൽക്കാലം സമരമുഖത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചു, മാറി നിൽക്കുകയാണ്. പക്ഷെ പഴശ്ശിരാജാവിന് പിന്തുണ നടത്തിക്കൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തെ പിടികൊടുക്കുന്നവർക്ക് 5000 രൂപ ഇനാം പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാലണയും അരണയും എട്ടണയും മുക്കാലണയും നിൽക്കുന്ന കാലത്താണ് 5000 രൂപ ചെമ്പൻപോക്കർ സാഹിബിൻ്റെ തലക്ക് പ്രതിഫലം പ്രഖ്യാപിക്കണം. അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 5000 ഉറുപ്പിക ഇട്ടു. അപ്പം തലങ്ങും വിലങ്ങും ചാരന്മാരിറങ്ങി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലും അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കാൻ തയ്യാറാകുകയാണ്. കാരണം എന്താ? 5000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്വപ്ന ലോട്ടറിയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ പണിക്ക് തയ്യാറായി. അതിനിടയിലാണ് അദ്ദേഹം ഒരു കാര്യം അറിയുന്നത്. പൊന്നാനി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഐദ്രോസ് മൂപ്പൻ ഉണ്ടായിരുന്നു. ആ ഐദ്രോസ് മൂപ്പൻ ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യമായി ഒരു സമരത്തിന് തയ്യാറായിരിക്കുന്നു കേട്ടപ്പോൾ അദ്ദേഹം ആവേശം കൊണ്ട് പൊന്നാനിക്ക് പോയി. പൊന്നാനി പോയിട്ട് ആ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തോടുകൂടി ആ സമരം ആളിക്കത്തി. പൊന്നാനിയിലെ യുവാക്കളും അതേപോലെ ദരിദ്രജനങ്ങളും ഹരിജനങ്ങളും ഒക്കെ കൂടി ശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ ഹജൂർ കച്ചേരിയിലേക്ക് മാർച്ച് ചെയ്ത് അവർക്കെതിരെ സമരത്തിനിറങ്ങിയപ്പോൾ ആ സമരത്തെ പൊളിക്കുന്നതിന് ബ്രിട്ടീഷ് കമ്പനി പട്ടാളം രംഗത്തിറങ്ങി. ബ്രിട്ടീഷ് സമരത്തിൻ്റെ നായകനായ ഹൈദ്രോസ് മൂപ്പനെ പിടികൂടി. അദ്ദേഹത്തെ പിടിച്ചോടുകൂടി സമരത്തിൽ ശക്തി കുറഞ്ഞു, പലരും പിന്മാറി. ആ സമയത്ത് അവിടെ നിന്ന് ഒളിച്ചു കടന്നു ഈ പറയുന്ന ചെമ്പൻപോക്കർ സാഹിബ്. അദ്ദേഹം ഒളിച്ചിട്ട് നേരെ തൻ്റെ ദേശം വിട്ട്, ആ പൊന്നാനി വിട്ട് അദ്ദേഹം കടന്നു കളഞ്ഞു. അവസാനം അദ്ദേഹത്തെ പാലക്കാട് വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ്. ഈ ഒളിച്ച് ജീവിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് ജയിലിൽ അദ്ദേഹത്തെ അടക്കുകയാണ്. പാലക്കാട് ജയിലിൽ കുറച്ചു കാലം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിന്ത രക്ഷപ്പെടൽ എങ്ങനെയെന്നാണ്. അതിനിടയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് പോലീസുകാരെ തട്ടിമാറ്റി അതിശക്തനായ നല്ല പോരാളിയും ആയോധന ശേഷിയുമുള്ള ചെമ്പൻപോക്കർ സാഹിബ് ബ്രിട്ടീഷ് പട്ടാളക്കാരെ നിന്ന് കുതറിമാറി ജയിലിൽ ചാടിയിട്ട് അദ്ദേഹം നേരെ പോകുന്നത് വേങ്ങര ഊരകം മലയിലാണ്. ആ മലയിൽ ഒളിച്ച് താമസിച്ചിട്ട് അദ്ദേഹം അവിടെ വെറുതെ ഇരിക്കല്ല ചെയ്തത്. അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി സംസാരിച്ചു. അവരോട് കൃത്യമായി ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നീതിരഹിതമായ നികുതിയെക്കുറിച്ചും നമ്മുടെ രാജ്യം അവർ കൈയടക്കി വെച്ചിരുന്നതിൻ്റെ അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ രൂപപ്പെടുത്തി, ഒരു രഹസ്യ സംഘത്തെ രൂപപ്പെടുത്തി. ആ രഹസ്യ സംഘം ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താ വെച്ചാൽ, ജനങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം
അനീതിപരമായി പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി, ആ നികുതിയുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ വഴി തടയും. വഴി തടഞ്ഞിട്ട് ആ നികുതി പണം നേരെ രഹസ്യമായി ഉണ്ണിമൂസ സാഹിബിനെ ഏൽപ്പിക്കും. ഉണ്ണിമൂസ സാഹിബ് നേരെ പഴശ്ശിക്ക് കൊടുക്കും. പഴശ്ശി ആയുധങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് സമരം ചെയ്യും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതിയെ തടയുക എന്ന പണിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇതോടുകൂടി ഈ ചെമ്പംപോക്കർ സാഹിബാണ് ഇതിന് പിന്നിൽ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. നേരത്തെ പറഞ്ഞ 5000-ന് പുറമെ 1000 പണവും കൂടി പ്രഖ്യാപിച്ചു. ഇപ്പം 6000 പണമാണ് അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 1802 ഒരു ഘോരമായ യുദ്ധത്തിൽ ഉണ്ണിമൂസ സാഹിബിനെ ബ്രിട്ടീഷുകാർ കൊന്നു. അതോടുകൂടി പഴശ്ശിരാജാവിൻ്റെ ഇടയിലുള്ള പാലമായി പ്രവർത്തിച്ചിരുന്ന ഉണ്ണിമൂസ സാഹിബ് കൊല്ലപ്പെട്ടതോടെ നേരിട്ട് പോക്കർ സാഹിബിന് ഇവരുമായി പഴശ്ശിരാജയുമായി ബന്ധപ്പെടാൻ വളരെയധികം പ്രയാസമായി. ആ വലങ്കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷിൻ്റെ ദക്ഷിണ മേഖല മേധാവിയായ ജിവാഡൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് പോക്കർ സാഹിബ്. കൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചു. തൻ്റെ അനുയായികളുമായി ആലോചിച്ചു. അദ്ദേഹമാണ് നരനായാട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വിവരം രഹസ്യ പോലീസ് ചോർത്തിയെടുത്തു. അതിന് നേതൃത്വം കൊടുത്ത ആള് മലബാർ കലക്ടറായിരുന്ന ബെർബൽ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സംഗതി മണത്തറിഞ്ഞുകൊണ്ട് ഈ പദ്ധതി പൊളിച്ചു. ഈ പൊളിച്ചതിന് ശേഷം പോക്കർ സാഹിബ് തൻ്റെ അനുയായികളുമായിട്ട് ഇദ്ദേഹത്തെ ഈ സംഗതി പൊളിഞ്ഞിട്ടുണ്ട്, ഇത് രഹസ്യ പോലീസുകാർ തകർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ ചെമ്പംപോക്കർ സാഹിബും സംഘങ്ങളും കൂടി ഈ പറയുന്ന ഈ ജിവാഡനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു. 1803 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ സമയം തന്നെയാണ് അത്തംകുരുക്കളെയും അറസ്റ്റ് ചെയ്യുന്നത്. അത്തംകുരുക്കൾ മഞ്ചേരി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. 1805 803 അത്തംകുരുക്കളെയും 805 ബഹുമാനപ്പെട്ട ചെമ്പംപോക്കർ സാഹിബിനെയും പിടികൂടി. എന്നിട്ട് അതിൻ്റെ അടുക്ക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെയുള്ള ഈ രഹസ്യ നീക്കം തകർത്ത ആ ബർബനെ പിന്നീട് പോക്കർ സാഹിബിൻ്റെ തന്നെ വേറൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ബർബനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട പോക്കർ സാഹിബ്. ഇരിക്കട്ടെ, 1805 അദ്ദേഹത്തെ പിടികൂടി. ആ പിടികൂടിയതിന് ശേഷം അത് പറയപ്പെടുന്നത് ഓമച്ചപ്പുഴയിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഓമച്ചപ്പുഴയിൽ വെച്ചുകൊണ്ട് പിടികൂടി. അന്ന് രാത്രി തന്നെ, ആ പിടികൂടിയ ദിവസം തന്നെ, ഒരു കൂട്ടം പട്ടാളക്കാർ പറമ്പിപ്പീടികയിലുള്ള ചെമ്പംപോക്കർ സാഹിബിൻ്റെ വീട് നിശേഷം തകർത്തു. വീട്ടുകാരൊക്കെ ഓടിപ്പോകേണ്ട അവസ്ഥ വിശേഷം ഉണ്ടായി. അവിടെ വെച്ച് പരസ്യമായി ഓമച്ചപ്പുഴ അങ്ങാടിയിൽ വെച്ചാണെന്നും അതല്ല പൊന്നാനിയിൽ വെച്ചാണെന്നും രണ്ടഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി ബഹുമാനപ്പെട്ട ചെമ്പംപോക്കർ സാഹിബിനെ മുട്ടുകുത്തി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു. തല വെട്ടിയെന്ന് മാത്രമല്ല, ആ തലയിൽ വാളുകൾ കൊണ്ട് വികൃതമായിട്ട് ഒരു വരകുറികളൊക്കെ തിരിച്ചു. എന്നിട്ട് അത് ഒരു കുന്തത്തിൽ നാട്ടിവെച്ചു. അങ്ങാടിയിൽ ഒരു കുന്തത്തിൽ നാട്ടിവെച്ചിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഇതായിരിക്കും ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കളിക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പോയി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം, ഈ തലക്ക് അവിടെ നാട്ടിൻ്റെ ശേഷം തലഭാഗം കഴിച്ച് ബാക്കിയുള്ള ഭാഗം അന്ന് അവരുടേതായ വണ്ടിയിൽ കൊണ്ടുവന്ന് മമ്പുറത്ത് കൊണ്ടുവന്നു. മമ്പുറത്ത് കൊണ്ടുവന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, മമ്പുറത്തെ തങ്ങളെയും വെളിയങ്കോട് ഉമ്മർഖാദിൻ്റെ സ്ഥലമാണ് ഈ പൊന്നാനിയിൽ, അതേപോലെ ഓമച്ചപ്പുഴയൊക്കെ അദ്ദേഹത്തിൻ്റെ ഖാദിയത്തിൻ്റെ കീഴിലുള്ളതാണ്. അവിടെ ഒരു താക്കീത് തല കൊണ്ടും കാണിച്ചു. ശരീരം ഇവിടെ കൊണ്ടുവന്ന് മമ്പുറത്ത് ഒരു മരത്തിന്മേൽ കെട്ടിത്തൂക്കി. ആ കെട്ടിത്തൂക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം വെട്ടി പീസാക്കിയിട്ട് അറ്റുപോകാത്ത രൂപത്തിൽ, എന്നാൽ ഓരോ ഭാഗവും പല കഷ്ണങ്ങളാക്കിയിട്ടാണ് കെട്ടിത്തൂക്കി വെച്ചത്. എന്നിട്ട് പറഞ്ഞു, എല്ലാ മുസ്ലിയാക്കന്മാർക്കും എല്ലാ മുസൽമാന്മാർക്കും അവരെ പിന്തുണക്കുന്ന എല്ലാ ജാതിക്കാർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു തൂക്കിയിട്ട് പോയി. ഈ സംഗതി ബഹുമാനപ്പെട്ട മമ്പറത്തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെമ്പംപോക്കർ സാഹിബിൻ്റെ ശരീരം കൊണ്ടുവച്ചിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്ന്. ബഹുമാനപ്പെട്ട ചെമ്പംപോക്കർ സാഹിബിൻ്റെ ആ മയ്യത്ത് കാണാൻ ബഹുമാനപ്പെട്ട തങ്ങൾ വരുന്നു. വെളിയങ്കോട് ഉമ്മർ ഖാദി ഈ വിവരം പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്നു.
അങ്ങനെ എല്ലാവരും കൂടി വന്ന് 10,000 വരുന്ന ജനം, 1-2 അല്ല 10,000-കണക്കിന് ജനങ്ങൾ ആ ശരീരമെടുത്ത് നിലത്ത് കിടത്തി അതിന് കഫൻ ചെയ്തു. അതൊരു ഷഹീദിൻ്റെ ശരീരമാണ്, അതുകൊണ്ട് കഫൻ ചെയ്തു മയ്യത്ത് നിസ്കരിച്ചിട്ട് ഹജൂർ കച്ചിയുടെ മുന്നിലൂടെ, ഹജൂർ കച്ചേരി തിരൂരങ്ങാടിയാണ്, ആ തിരൂരങ്ങാടിന് മുമ്പിലൂടെ ഒരു ജാഥയായിട്ട് മയ്യത്തിൻ്റെ ജനാസ വഹിച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് മമ്പ്രം തങ്ങൾ മുന്നിലും തൊട്ടടുത്ത് വെളിയങ്കോട് ഉമർ ഖാദിയും ഔക്കോയ ഉസ്താദും കൂടി കൈ പിടിച്ചിട്ട് മുന്നിൽ നടന്ന് 10,000-കണക്കിന് ജനങ്ങളെ കൂട്ടത്തിൽ ചെറുമക്കൾ 2,000-ഓളം ഉണ്ടായിരുന്നു. അവരടക്കമുള്ള ജനങ്ങൾ അതിലൂടെ വന്ന് അതൊന്നും കൂടി ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും ചന്തപ്പടി എത്തി. ചന്തപ്പടിയിൽ നിന്ന് തോണി മുഖേന പല തോണികളായിട്ടും നീന്തിയിട്ടും ആ പുഴ കടന്ന് പാറക്കടവും കഴിഞ്ഞിട്ട് അതേ ജാഥ എല്ലാവരും നീന്തിയും തോണിയും കടന്ന് വരുന്നത് വരെ കാത്തു നിന്ന് അവസാനം എല്ലാവരും എത്തിയതിന് ശേഷം വീണ്ടും അതേ 10,000-കണക്കിന് ആൾക്കാർ ഒന്നിച്ചു വന്ന് നമ്മുടെ മൂന്നീർ ഒടുങ്ങാട്ടുചിന AC ബസാറിലെ ഇപ്പത്തെ പള്ളിയിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. ആ മക്ബറയാണ് അവിടെ കാണുന്നത്. ആ ധീരനായ പോരാളി നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ ചരിത്രത്തെ നമുക്ക് ആർക്കാ ഓർമ്മയുള്ളത്? ആരാണ് ആ ചെടുങ്ങാട്ട് പള്ളി പോകുമ്പോൾ അവിടെ കിടക്കുന്ന കെട്ടിടത്തിൽ കിടക്കുന്നത് ഒരു പുലിയാണ്. ആ കിടക്കണമെന്ന് ആർക്കറിയാം? വില്ലൻ ലോകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസം മക്ബറകളാണ്. എലിയെ പോലെ വന്ന മുസൽമാൻ എലിയെ പോലെ മക്ബറയിലേക്ക് കയറി ചെന്നാൽ തിരിച്ചു വരുന്നത് പുലിയെപ്പോലെയാണ്. അധപാരമായ ആത്മീയത നൽകുന്ന പ്രദേശമാണ്. ആ തരത്തിൽ ഒടുങ്ങാട്ട് നമ്മുടെ മൂന്നിയൂരിൻ്റെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ആലിഞ്ചോട് പള്ളിയിൽ വളരെയധികം പ്രശസ്തനായ അതികായനായ ആയോധനശേഷിയുള്ള ധീരനായ ചെമ്പൻ പോക്കർ എന്ന് പറയുന്ന ഒരു പുലി കിടന്നുറങ്ങുന്നുണ്ട്.